ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രഹരീസ് കെയർ. ഇറ്റ് ഈസ് cricket time now, so it doesn't mean that I don't have any content to discuss with you, but since the ICC T20 World Cup has started and the Super 8 matches have been pronounced, let us just see what all are going on in the cricket arena. ICC വേൾഡ് കപ്പിലെ മാച്ചുകൾ പുരോഗമിച്ച് സൂപ്പർ 8 വന്നു നിൽക്കുന്ന ഒരു സമയമാണല്ലോ ഇത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്രിക്കറ്റിനെ മറ്റ് കൺട്രികൾ ഇൻവോൾവ് ആയ ഒരു സോഴ്സ് എന്നുള്ള നിലയിൽ ഒന്ന് കാണാം. വേൾഡ് കപ്പല്ലേ ICCയുടെ. ഓക്കെ, സൂപ്പർ 8 മത്സരങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് ന്യൂസിലാൻഡ് ആൻഡ് പാകിസ്ഥാൻ തമ്മിലുള്ള മത്സരമായിരുന്നു നടക്കേണ്ടിയിരുന്നത്. കൊളംബോയിൽ വെച്ചുള്ള ആ മത്സരം മഴ കാരണം അബാൻഡൻഡായി റദ്ദാക്കി രണ്ടു ടീമുകൾക്കും, അതായത് ന്യൂസിലൻഡിനും പാകിസ്ഥാനും ഓരോ പോയിൻ്റ് വീതം വീതിച്ച് നൽകി. സൂപ്പർ 8-ൽ 20 ടീംസ് പങ്കെടുത്ത ICC T20 വേൾഡ് കപ്പിൽ ഓരോ ഗ്രൂപ്പിൽ നിന്നും 2 ടീംസ് വീതം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടീംസ് വന്നിട്ട് സൂപ്പർ 8-ലെത്തി നിൽക്കുകയാണല്ലോ. സൂപ്പർ 8-ൽ ഗ്രൂപ്പ് 1-ൽ സിംബാബ്വെ, സൗത്ത് ആഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ് ആൻഡ് ഇന്ത്യ, ഈ 4 ടീമുകളാണ്. ഗ്രൂപ്പ് ഓഫ് ഡെത്ത് എന്നാണ് പലരും ഇതിനെ വിളിക്കുന്നത്. എല്ലാ ടീമും നമ്പർ 1 ഗ്രൂപ്പ് സ്റ്റേജിൽ ഫിനിഷ് ചെയ്തവരാണ്. സിംബാബ്വെ അവരുടെ ടീമിൽ നമ്പർ 1 സൗത്ത് ആഫ്രിക്ക അവരുടെ ടീമിൽ നമ്പർ 1 വെസ്റ്റ് ഇൻഡീസ് അവരുടെ ടീമിൽ ഗ്രൂപ്പിൽ നമ്പർ 1 ഇന്ത്യ ഓഫ് കോഴ്സ് നമ്പർ 1, വിന്നിങ് ഓൾ ദി 4 മാച്ചസ്. ഓരോ ഗ്രൂപ്പിലും 5 ടീം വരെ ഉണ്ടായിരുന്നത് ഗ്രൂപ്പ് സ്റ്റേജിൽ. സോ ഗ്രൂപ്പ് 2, സൂപ്പർ 8-ലെ ഗ്രൂപ്പ് 2-ൽ വന്നിരിക്കുന്നത് ന്യൂസിലാൻഡ്, ഇംഗ്ലണ്ട്, ശ്രീലങ്ക ആൻഡ് ഓഫ് കോഴ്സ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ ഗ്രൂപ്പ് സ്റ്റേജിൽ ഇന്ത്യയോട് തോറ്റ് ബാക്കി മത്സരങ്ങൾ ജയിച്ചിട്ടാണ് ഗ്രൂപ്പ് 8-ൽ പ്രവേശിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും നോട്ടബിൾ കാര്യം എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ ഗ്രൂപ്പ് 8 പ്രവേശനം കിട്ടാതെ പുറത്തായിരിക്കുകയാണ്. ഓസ്ട്രേലിയയുടെ ഒരു മെയിൻ ടീമൊന്നും കളിക്കുന്നില്ലായിരുന്നു. ഒരു ബി ടീം എന്ന് വിശേഷിപ്പിക്കാവുന്ന നല്ല ബോളേഴ്സ്, അവരുടെ ബോളേഴ്സും ഇല്ലാത്തൊരു ടീമായിരുന്നു കളിച്ചത്. അതുകൊണ്ട് തന്നെ പല ടീമുകളും അവരെ നിലം പരിശരാക്കി വിട്ടിരിക്കുകയാണ്. ഔട്ട് ഓഫ് നോവെയർ എനിക്കൊരു ചിന്ത ജസ്റ്റ് ഇപ്പോൾ വരുന്നത്, അവർ T20 വേൾഡ് കപ്പിനെ സീരിയസ് ആയിട്ട് നോക്കിയില്ല എന്നുണ്ടോ? ആക്ച്വലി അതല്ല. അവർക്ക് T20 പ്ലെയേഴ്സ് ഇല്ല. നല്ല വേൾഡ് ലെവലിലുള്ള T20 പ്ലെയേഴ്സ് അവരുടെ കയ്യിൽ ഇല്ല. Of course, they are a very good ODI team. They had very good test team, but not T20. So, ഓസ്ട്രേലിയ ഇല്ലാതെ ഒരു സൂപ്പർ 8 മത്സരം വേൾഡ് T20 വേൾഡ് കപ്പിൽ നടക്കാൻ പോവുകയാണ്. മാച്ചസ് ഏതൊക്കെയാണ് വരുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ന് സാറ്റർഡേ 21 ഫെബ്രുവരി 2026-ൽ പാകിസ്ഥാൻ ന്യൂസിലാൻഡ് മത്സരം ഷെഡ്യൂൾ ചെയ്തിരുന്നു. ബട്ട് ഡ്യൂ ടു ഹെവി റെയിൻസ് അറ്റ് കൊളംബോ ദി മാച്ച് ഹാസ് ബീൻ അബാൻഡൻഡ് ആൻഡ് ബോത്ത് ടീംസ് ഹാവ് ബീൻ ഗിവൺ 1 point ഈച്ച്. ദാറ്റ്സ് ദർ. 22 ഫെബ്രുവരി 2026 സൺഡേ ദർ ആർ 2 matches. 2 മാച്ചാണ് സൺഡേയിലുള്ളത്. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക അഹമ്മദാബാദിൽ വെച്ച് 7 മണിക്ക്. അതിനു മുമ്പായിട്ട് ഇംഗ്ലണ്ട് ശ്രീലങ്ക 3 മണിക്ക് പല്ലാക്കലെ എന്നുള്ള സ്ഥലത്ത്, ശ്രീലങ്കയിലുള്ള പല്ലാക്കലെ എന്നുള്ള സ്ഥലത്ത് ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടുന്നതാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മാച്ചായിരിക്കും. പാകിസ്ഥാനും ന്യൂസിലൻഡും ഓരോ പോയിൻ്റ് കിട്ടിയ സ്ഥിതിക്ക് അതിലേതൊരു
ഈ ഒരു ടീമിന് കുറച്ച് ലക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനിയുള്ള മാച്ചുകൾ ജയിക്കുകയാണെങ്കിൽ അവർക്ക് സെമി ഫൈനൽ ഇടം തേടാവുന്നതാണ്. മൺഡേ 23 ഫെബ്രുവരി സിംബാബ്വെ വെസ്റ്റ് ഇൻഡീസ് 7 മണിക്ക്. ട്യൂസ്ഡേ 24 ഫെബ്രുവരി ഇംഗ്ലണ്ട് പാകിസ്ഥാൻ 7 PM പല്ലാക്കലെ. 23 നടക്കുന്ന സിംബാബ്വെ വെസ്റ്റ് ഇൻഡീസ് മാച്ച് മുംബൈയിലാണ്. വെഡ്നസ്ഡേ 25 ഫെബ്രുവരി ന്യൂസിലാൻഡ് ശ്രീലങ്ക 7 PM കൊളംബോ. തേഴ്സ്ഡേ 26 ഫെബ്രുവരി 2 മാച്ചാണുള്ളത്. വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്ക 3 മണിക്ക് അഹമ്മദാബാദിൽ വെച്ച് നടക്കും. ഇന്ത്യ സിംബാബ്വെ 7 മണിക്ക് ചെന്നൈ നടക്കും. ഫ്രൈഡേ 27 ഫെബ്രുവരി ഇംഗ്ലണ്ട് ന്യൂസിലൻഡ് 7 മണിക്ക് കൊളംബോ. സാറ്റർഡേ 28 ഫെബ്രുവരി പാകിസ്ഥാൻ ശ്രീലങ്ക പല്ലാക്കലെ ശ്രീലങ്കയിൽ വെച്ച് നടക്കും 7 മണിക്കാണ്. സൺഡേ 1 മാർച്ച് 2 ഗെയിമുണ്ട്. സിംബാബ്വെ സൗത്ത് ആഫ്രിക്ക ഡൽഹിയിൽ വെച്ച് 3 മണിക്ക്. ഇന്ത്യ ആൻഡ് വെസ്റ്റ് ഇൻഡീസ് കൊൽക്കട്ടയിൽ വെച്ച് 7 മണിക്ക്. അതോടുകൂടി ഗ്രൂപ്പ് 8 മാച്ചുകൾ അവസാനിക്കും. സെമി ഫൈനൽസാണ് പിന്നെയുള്ളത്. അത് 4th മാച്ചിന് വെഡ്നസ്ഡേ ഒരു സെമി ഫൈനൽ നടക്കും. 2ാം സെമി ഫൈനൽ 5th മാർച്ച് തേഴ്സ്ഡേ. ഈ 2 തേഴ്സ്ഡേയിൽ മാർച്ച് 5 അതായത് മാർച്ച് 5 നടക്കുന്ന സെമി ഫൈനൽ മുംബൈയിലായിരിക്കും. ഫൈനൽ വന്നിട്ട് സൺഡേ 8 മാർച്ച്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ ഇതൊരു ഹൈബ്രിഡ് ടൂർണമെൻറ്റാണ്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കോസ്റ്റ് ഹോസ്റ്റിംഗ് നാഷണലായിട്ട് ശ്രീലങ്കയെ തിരഞ്ഞെടുത്തത്. അപ്പോൾ പാകിസ്ഥാൻ്റെ എല്ലാ മാച്ചുകളും ശ്രീലങ്കയിലായിരിക്കും. ഇൻ കേസ് Pakistan is entering the semi-final, that semi-final would be held at Colombo. And again, if they are coming to the final, there is very less probability for that. In case Pakistan is coming to final, reaching the final, then the final match will also be played at Colombo. These are the things about cricket. I should say, ഇതിനകത്ത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ വന്നിരിക്കുന്നത് ഈ മാച്ചുകൾ ICC ടൂർണമെൻറ്റ് വേൾഡ് കപ്പ് T20 വേൾഡ് കപ്പ് തുടങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് വിവാദങ്ങളുണ്ടായി. വിവാദങ്ങളെന്ന് പറയുമ്പോൾ ബംഗ്ലാദേശുകാർ കളിക്കില്ലെന്ന് പറഞ്ഞു. ഓക്കെ, ബംഗ്ലാദേശുകാർ കളിക്കില്ലെന്ന് പറഞ്ഞു. അവർ കളിക്കാതിരുന്നാൽ മതി. അവരുമായിട്ട് മാത്രം ഉള്ള ഒരു ബന്ധമാണത്. ICCയും ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീമും തമ്മിലുള്ള ഒരു പ്രശ്നമായിരുന്നു. പാകിസ്ഥാൻ ഇടയ്ക്ക് കയറി ചൗധരിയായി. बैंस की आंख बोलता है कि मैं हम भी नहीं खेलेंगे, इंडिया के साथ में नहीं खेलेंगे. അതായത് 15 ഫെബ്രുവരിയിൽ ഇന്ത്യയോട് ദയനീയമായി പരാജയപ്പെട്ട ആ മാച്ച് കളിക്കില്ല എന്ന് അതിനു മുമ്പ് അവർ വീമ്പിളക്കി ത്രെറ്റ് കൊടുത്തു. അവസാനം ICC അവരുടെ നിലപാട് കടുപ്പിച്ചപ്പോൾ അവർ നിലപാടുകൾ മാറ്റി ടേൺ എടുത്തിട്ട് ഞങ്ങൾ കളിക്കാമെന്ന് പറഞ്ഞു. ഇതിന് ഹിന്ദിയിൽ ഒരു കഹാവത്തുണ്ട്, അതായത് ഒരു പ്രോവർബുണ്ട്, തൂക്കെ ചാട്ടണ, തുപ്പിയിട്ട് അത് നക്കണം, സ്വന്തം ഛർദിയിൽ നക്കാന്നൊക്കെ പറയുന്ന ഒരു രീതിയിലുള്ള അതാണ്. അവർ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് അവർ പിൻവാങ്ങുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. പാകിസ്ഥാൻ ഈസ് ഓൾവേസ് ലൈക്ക് ദാറ്റ്, തൂക്കെ ചാട്ട. സോ അതിൻ്റെ ഒരു ഫർദർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബംഗ്ലാദേശിൽ ഇലക്ഷൻ നടന്നു. ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അധികാരത്തിൽ വന്നു.
താരിഫ് റഹ്മാൻ എന്ന വ്യക്തി, അതായത് പഴയ ഖാലിദ ജിയ എന്നുള്ള മുൻ പ്രധാനമന്ത്രിയുടെ മകൻ അധികാരത്തിൽ വന്നു. ഇനാമുൽ ഹക്ക് എന്ന് പറഞ്ഞ ഒരു സ്പോർട്സ് മിനിസ്റ്റർ അവർക്ക് കിട്ടി. ആ സ്പോർട്സ് മിനിസ്റ്റർ വന്ന് പറഞ്ഞു, പാകിസ്ഥാൻ അങ്ങനെയൊക്കെ ഞങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി പലതും പറഞ്ഞു കാണും, പക്ഷേ വി ഡോണ്ട് കെയർ, വി വാണ്ട് ടു പ്ലേ വിത്ത് ഇന്ത്യ, ദി ബൈലറ്ററൽ സീരീസൊക്കെ വരാൻ പോവുകയാണ്, അതെല്ലാം നമ്മൾ ഇന്ത്യയായിട്ട് കളിക്കണം. അതായത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് യു ടേൺ എടുത്ത് പാകിസ്ഥാന് ഒരു വിലയും കൽപ്പിക്കാതെ, പാകിസ്ഥാൻ ഇപ്പോൾ ആരായി? മഹാവിഡ്ഢികളായി. അവരുടെ തനിനിറം എല്ലാവരും മനസ്സിലായി. ബംഗ്ലാദേശും BCCIയും അല്ല ബംഗ്ലാദേശും ICCയുമായിട്ടുള്ള പ്രശ്നത്തിൽ പാകിസ്ഥാൻ കടന്ന് ചൗധരിയായിട്ട് ബംഗ്ലാദേശിനെ സ്വന്തം ഗ്രൂപ്പിൽ നിർത്താമെന്നുള്ള വ്യാമോഹമാണ് ബംഗ്ലാദേശ് ഇപ്പോൾ പൊളിച്ചിരിക്കുന്നത്. ഓക്കെ, ബംഗ്ലാദേശ് വേൾഡ് കപ്പ് കളിച്ചില്ല, എഗ്രി, ബട്ട് ഫ്യൂച്ചർ ക്രിക്കറ്റിനെ നശിപ്പിക്കാൻ അവർ തയ്യാറല്ല. ദേ വിൽ പ്ലേ വിത്ത് ഇന്ത്യ, ദേ വിൽ കോപ്പറേറ്റ് വിത്ത് ഇന്ത്യ, ദേ വിൽ കോപ്പറേറ്റ് വിത്ത് BCCI, they will cooperate with ICC. Okay, so these are the facts. മറ്റുള്ള കണ്ടൻറ്റുകളുമായിട്ടെല്ലാം റെഡിയാണ്. ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ വരുന്നുണ്ട്. ജസ്റ്റ് ക്രിക്കറ്റ് സൂപ്പർ 8ൻ്റെ ഈ സമയത്ത് ജസ്റ്റ് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു പോകുന്നു മാത്രം. ഓക്കെ ഗൈസ്, പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു വെരി മച്ച്. ബൈ.